എയ്ത്ത് സ്റ്റാൻഡേർഡിന്റെ ബയോളജിയുടെ 5th ചാപ്റ്ററായ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ് വൈവിധ്യ നിലനിൽപ്പിന് ആ ചാപ്റ്ററിന്റെ 3ാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 1ാമത്തെയും 2ാമത്തെയും ഭാഗം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ബയോട്ടിക് ഫാക്ടേഴ്സ്, എബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണെന്ന്, ഫുഡ് ചെയിൻ, ഫുഡ് വെബ് ഒക്കെ എന്താണെന്നൊക്കെ പഠിച്ചായിരുന്നു. ബയോഡൈവേഴ്സിറ്റി സർവീസസ്, ബയോഡൈവേഴ്സിറ്റി ഡിപ്ലഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന കുറെ ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും നമുക്ക് അതിൽ നോക്കാം. ബാക്കി എന്താണെന്നുള്ളത്, ഇഫ് നോട്ട് പ്രൊട്ടക്റ്റഡ് ദീസ് ടു, പരിരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇവരും, നോക്കൂ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ടോ. ദെയർ ആർ മെനി ഓർഗാനിസം ഓൺ ദ വെർജ് ഓഫ് എക്സ്റ്റെൻഷൻ ഡ്യൂ ടു സെവറൽ റീസൺസ്. സം എക്സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. വിവിധ കാരണങ്ങളാൽ വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി ജീവജാലങ്ങളുണ്ട്. ചില ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ? അതിൽ ആദ്യത്തത് അശോകമരം, അശോക ട്രീ, സറാക്ക ഇൻഡിക്ക, മരമഞ്ഞൾ, ട്രീ ടർമറിക്, മലബാർ വെരിക്, മലബാർ സിവന്റ് കാറ്റ്, വരയാട്, നീൽഗിരി താൾ, ലയൺ ടെയിൽഡ് മൊസാക്, സിംഹവാലൻ കുരങ്ങ്, മലബാർ ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പൽ. ഇവയൊക്കെ ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന അനിമൽസും പ്ലാന്റ്സും ആണ്. ഇവയെ നമ്മൾ സംരക്ഷിച്ചില്ല എങ്കിൽ ഇവയും മൊത്തത്തിൽ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. നോക്ക് ഇപ്പുറം കൊടുത്തിരിക്കുന്ന റെഡ് ഡേറ്റ ബുക്ക് എന്തോ നോക്ക്. IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ, ഈസ് ആൻ ഓർഗനൈസേഷൻ ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഓപ്പറേറ്റിംഗ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN എന്ന് പറയുന്നത്. അണ്ടർ ദ auspicious of IUCN, a list of endangered plants and animals prepared every year. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCNന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും രേഖപ്പെടുത്താറുണ്ട്. ദിസ് ഈസ് നോൺ ആസ് ദ റെഡ് ഡേറ്റ ബുക്ക്. ഇതിനാണ് എന്തോന്ന് പറയുന്നത്, റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. സം കൺട്രീസ് പ്രിപ്പയർ റെഡ് ഡേറ്റ ബുക്ക് ഓൺ ദെയർ ഓൺ. ചില രാജ്യങ്ങൾ സ്വന്തം നിലയിൽ തന്നെ റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ദ ഇൻഫർമേഷൻ ഇൻ ദ റെഡ് ഡേറ്റ ബുക്ക് ഈസ് ഹെൽപ്ഫുൾ ടു ഐഡന്റിഫൈ ദ എക്സ്റ്റെന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഡിപ്ലഷൻ ആൻഡ് ടു പ്ലാൻ ഔട്ട് അപ്രോപ്രിയേറ്റ് കൺസർവേഷൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് ഈ റെഡ് ഡേറ്റ ബുക്കിലെ വിവരങ്ങൾ സഹായകമാണ്. അപ്പോൾ ഏതൊക്കെ മൃഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വംശനാശ ഭീഷണി നേരിടുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവയെ സംരക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ റെഡ് ഡേറ്റ ബുക്കിന്റെ കാര്യം മനസ്സിലായല്ലോ. അടുത്തത് നോക്കാം. ലെറ്റസ് പ്രിസർവ് ഡൈവേഴ്സിറ്റി, വൈവിധ്യം സംരക്ഷിക്കാം. എങ്ങനെ നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ ഓൺലി വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചർ ആൻഡ് ഇല്ലസ്ട്രേഷൻ ഷോയിങ് ദ വൈസ് അപ്രോച്ച് ടു ബയോഡൈവേഴ്സിറ്റി. അതായത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമേ നിലനിൽക്കുകയുള്ളൂ. ജൈവ വൈവിധ്യത്തോടുള്ള വിവേകപൂർവമായ സമീപനം എങ്ങനെയായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് താഴെ തന്നിരിക്കുന്നത്. ഒരു ചിത്രീകരണം തന്നിരിക്കുകയാണ്. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനാണ്. നോക്ക്, നോ, പ്രൊട്ടക്റ്റ്, യൂസ്. ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നതാണ്. നോ, പ്രൊട്ടക്റ്റ്, യൂസ്. അറിയുക, സംരക്ഷിക്കുക, ഉപയോഗിക്കുക. ജൈവ വൈവിധ്യം അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനെ നമ്മൾ സംരക്ഷിച്ചു നിർത്തുക, അതിന് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക. Okay, there are many national and international organizations and legal systems working for the conservation of biodiversity. The government conserves bio-rich areas, declaring them as protected areas. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും നിയമ സംവിധാനങ്ങളുമുണ്ട്. സർക്കാർ ജൈവ സമ്പന്ന മേഖലകളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ ഇപ്പൊ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായിട്ട് ഉണ്ട്.
ഓക്കെ, ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നതിനായിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഇന്ന് നിലവിലുണ്ട്. നോക്കൂ അടുത്തത്, 2 types of conservation methods are prevalent. 2 ടൈപ്പ് ഓഫ് കൺസർവേഷൻ മെത്തേഡാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ദേ ആർ ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ്, പിന്നെ ഒന്ന് എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ്. 2 ടൈപ്സ് ഓഫ് കൺസർവേഷൻ മെത്തേഡ് ആണുള്ളത്. ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ്, രണ്ടാമത്തെ എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ്. നോക്കാം. കൺസർവേഷൻ മെത്തേഡ് ഇൻ വിച്ച് ഓർഗാനിസം ആർ പ്രൊട്ടക്ട് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്ററ്റ്സ്. അവയുടെ നാച്ചുറൽ ഹാബിറ്ററ്റ്സിൽ അവയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൺസർവേഷൻ മെത്തേഡാണ് ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ് എന്താണ്? എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ് ഇൻ വിച്ച് ഓർഗാനിസം ആർ പ്രൊട്ടക്ട് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്ററ്റ്സ്. അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതിന് ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ് എന്നും കൺസർവേഷൻ രീതി എന്നും, ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിന് എക്സിറ്റു കൺസർവേഷൻ രീതി എന്നും പറയുന്നു. ഓക്കെ, രണ്ട് മനസ്സിലായ? ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ് എന്താണെന്ന്, എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ് എന്താണെന്ന്. ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ് ഇൻ വിച്ച് ഓർഗാനിസം ആർ പ്രൊട്ടക്ട് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റ്സ്. ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റ്സിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ്. എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ് ഇൻ വിച്ച് ഓർഗാനിസം ആർ പ്രൊട്ടക്റ്റഡ് ഔട്ട്സൈഡ് ദ നാച്ചുറൽ ഹാബിറ്ററ്റ്. പ്രൊട്ടക്ട് ഔട്ട്സൈഡ് ദ നാച്ചുറൽ ഹാബിറ്റ്സ്. ഇൻ ദെയർ protect in their natural habits in situ, outside their natural habits ex situ. ഓക്കെ, ഇതെന്താണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറി, വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയും. നോക്ക്, പിക്ചർ കൊടുത്തിരിക്കുന്ന കണ്ടോ? വൈൽഡ് ലൈഫ് സാങ്ച്വറിയില് ദീസ് ആർ ഫോറസ്റ്റ് ഏരിയാസ് ഡിക്ലെയർഡ് ആസ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ടു പ്രിവെന്റ് ദ എക്സ്റ്റെൻഷൻ ഓഫ് വൈൽഡ് ലീവ്സ് ബൈ പ്രൊട്ടക്ടിങ് ദ എക്കോസിസ്റ്റം. എന്താണ്? ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണിവ. അത് ഏതൊക്കെയാണ്? എക്സാമ്പിൾ പറയാം. പേപ്പാറ, പെരിയാർ, വയനാട് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. ഏതൊക്കെയാണ്? പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയവ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പേപ്പാറ, പെരിയാർ, വയനാട്. ഓക്കെ, ഇതെന്താണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറി. അടുത്തെന്തോന്നാണ്? നാഷണൽ പാർക്സ്. നാഷണൽ പാർക്സ് ആർ ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് അലോങ് വിത്ത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഏരിയ. എന്താണ്? വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. അതെവിടെയൊക്കെയാണുള്ളത്? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി ഷോള, മതികെട്ടാൻ ഷോള ആൻഡ് പാമ്പാടും ഷോള ആർ ദ നാഷണൽ പാർക്സ് ഓഫ് കേരള. ഏതൊക്കെ? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി, മതിൽകെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവയാണ് കേരളത്തിൽ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. ഓക്കെ, അപ്പൊ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണെന്ന്, നാഷണൽ പാർക്സ് എന്താണെന്ന് മനസ്സിലായോ? അടുത്തത് നോക്കാം. കമ്മ്യൂണിറ്റി റിസർവേഴ്സ്. കമ്മ്യൂണിറ്റി റിസർവുകൾ എന്താണ്? കമ്മ്യൂണിറ്റി റിസർവേഴ്സ് ആർ ദ ഏരിയാസ് പ്രൊട്ടക്റ്റഡ് വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പബ്ലിക്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ദീസ് ആർ എക്കോളജിക്കലി ഇമ്പോർട്ടന്റ് പ്ലേസസ് ലൊക്കേറ്റഡ് ഇൻ പോപ്പുലേറ്റഡ് ഏരിയാസ്. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് ഇവ. The Kadalundi Community Reserve spread over the district of Malappuram
ആൻഡ് കോഴിക്കോട് ഈസ് ആൻ എക്സാമ്പിൾ. അതിന് എക്സാമ്പിൾ ഏത് പറയാം? മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിനൊരു ഉദാഹരണമാണ്. ഏതാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്? എവിടെയൊക്കെ? മലപ്പുറത്തും കോഴിക്കോടുമായിട്ട് കിടക്കുന്ന മലപ്പുറം ആൻഡ് കോഴിക്കോട് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞത് ഏതൊക്കെയാണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്സ്, തേർഡ് വൺ ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവ്സ്. അടുത്തത് നോക്കാം, ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ വാസ്റ്റ് റീജിയൻസ് ഡിസൈൻഡ് വിത്ത് ആൻ എയിം ടു പ്രൊട്ടക്ട് വേൾഡ്സ് ഇമ്പോർട്ടൻറ്റ് എക്കോസിസ്റ്റംസ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ജനറ്റിക് റിസോഴ്സസ്. അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ഏത്? ബയോസ്ഫിയർ റിസർവുകൾ. Biosphere reserves like Nilgiri and Agasthyarkudam include areas belonging to Agasthyarkudam. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ബയോസ്ഫിയർ റിസർവ് മനസ്സിലായോ? അടുത്ത് നോക്കൂ, സാക്രഡ് ഗ്രോവ്സ്. There are small areas of biodiversity protected in regions inhabited by human beings. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ എന്ന് പറയുന്നത്. നമ്മൾ കാണാറുണ്ട് ഇല്ലേ കാവുകൾ? അമ്പലങ്ങളിലൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അടുത്തൊക്കെ കാണാറുണ്ട് ഇതുപോലെ ഈ ചെടികൾ നിറഞ്ഞ് കിടക്കുന്ന സ്ഥലം. Due to change in lifestyle, many of these which were highly bio-rich have been destroyed. ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവ സമ്പത്തായിരുന്ന കാവുകൾ പലതും നാമാവശേഷമായി. Sacred groves play an important role in the conservation of water in the region too. പ്രദേശത്തെ ജലസംരക്ഷണത്തിന് കാവുകളുടെ പങ്ക് നിസ്തുലമാണ്. അടുത്തത് നോക്കാം, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ്. ഏതൊക്കെ? എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് ആർ ഏരിയാസ് റിച്ച് ഇൻ എൻഡമിക് സ്പീഷീസ് ബട്ട് ഫേസിംഗ് ദ ത്രെറ്റ് ഓഫ് ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലയാണ് ഇവ. Each hotspot is ecologically is very important area of biodiversity. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവസമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദ 34 ഹോട്ട്സ്പോട്ട്സ് ആൾ ഓവർ ദ വേൾഡ്, 3 of them are in India. എത്ര? ലോകത്തിലാകമാനം 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ് ഉള്ളത്. മൊത്തം 34 ഹോട്ട്സ്പോട്ട് ഉണ്ട്, അതിൽ 3 ഇന്ത്യയിലാണ്. There are the Western Ghats, North Eastern Himalayas and Indo-Burman region. ഏതൊക്കെയാണത്? വെസ്റ്റേൺ ഘാട്ട്, നോർത്ത് ഈസ്റ്റേൺ ഹിമാലയാസ് ആൻഡ് ഇൻഡോ ബർമ റീജിയൻ. ഓക്കെ, പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല. അവയാണ് 3 ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല, വെസ്റ്റേൺ. അടുത്ത് നോക്ക്, കംപ്ലീറ്റ് ദ ഇലസ്ട്രേഷൻ ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ സ്യൂട്ടബിളി. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, കുറെ ഫില്ല് ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, പ്രിവെൻഷൻ ഓഫ് എക്സാമ്പിൾ എന്താ പറയാം? വയനാട് പറയാം. എന്താണ്? വന്യജീവി സങ്കേതത്തിൽ ആവാസ വ്യവസ്ഥകളുടെ പരിരക്ഷ, വന്യജീവികളുടെ വംശനാശം തടയുക. എക്സാമ്പിൾ വയനാട്. അടുത്ത നാഷണൽ പാർക്കിൽ ഏതാണ് വരുന്നത്? നാഷണൽ പാർക്ക്. അതിൽ സെക്കൻഡ് ആൻസർ അവിടെ കിടപ്പുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്, പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്. എക്സാമ്പിൾ
എരവികുളം. നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണിത്. അടുത്ത മൂന്നാമത്തെ കമ്മ്യൂണിറ്റി റിസർവ്സ്. കമ്മ്യൂണിറ്റി റിസർവ്സ് കൺസെപ്ഷൻ വിത്ത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. അടുത്ത ഇതാണ് ആൻസർ. എക്കോളജിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഇൻ പോപ്പുലേറ്റഡ് ഏരിയാസ്. എക്സാമ്പിൾ കടലുണ്ടി. അടുത്ത ബയോസ്ഫിയർ റിസർവിൽ വരുന്ന ഏതാണ്? ദ പ്രൊട്ടക്റ്റ് എക്കോസിസ്റ്റംസ്, ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ്, ജനറ്റിക് റിസോഴ്സസ്. എക്സാമ്പിൾ അഗസ്ത്യാർകൂടം. ഓക്കെ, ഇത് ഒന്നുകൂടെ നോക്ക്. വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ ആവാസ വ്യവസ്ഥകളുടെ പരിരക്ഷ, വന്യജീവികളുടെ വംശനാശം തടയുക. എക്സാമ്പിൾ വയനാട്. നാഷണൽ പാർക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വന്യജീവി സംരക്ഷണം. ഇതാണ് ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവയുടെ സംരക്ഷണം. എക്സാമ്പിൾ ഉദാഹരണം എന്ന് പറയാം സൈലന്റ് വാലി, ഇരവികുളം. അടുത്ത കമ്മ്യൂണിറ്റി റിസർവ്, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷണം. പിന്നെന്തോന്ന് പറയാം? ജനവാസ കേന്ദ്രങ്ങളിലെ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശം, ഉദാഹരണം കടലുണ്ടി പറയാം. അടുത്ത ബയോസ്ഫിയർ, പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക. എക്സാമ്പിൾ അഗസ്ത്യമല പറയാം. ഓക്കെ, ഇത്രയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇനി നമുക്ക് എക്സൈറ്റോ കൺസർവേഷൻ ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് സുവോളജിക്കൽ ഗാർഡൻസ് ആണ്. നോക്കാം. സുവോളജിക്കൽ ഗാർഡൻസ് ആർ കൺസർവേഷൻ സെന്റേഴ്സ് where different varieties of animals are protected and housed separately and where necessary arrangements are made available for their reproduction. They also function as conservation centers of organisms which have become extinct in world. There are zoological gardens at Thiruvananthapuram and Thrissur in Kerala. Zoological garden എന്താണ്? വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയ? എന്താണ്? സുവോളജിക്കൽ ഗാർഡൻസ് ആർ കൺസർവേഷൻ സെന്റേഴ്സ് വെയർ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് are protected and household separately and where necessary arrangements are made available for their reproduction. Okay, they also function as conservation centers of organisms which have become extinct in wild. വനമേഖലകളിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. എവിടെയാണ്? കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് സുവോളജിക്കൽ ഗാർഡനുകൾ ഉള്ളത്. എവിടെയൊക്കെ? തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പോൾ there are the zoological gardens എവിടെയാണ്? തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ. ഓക്കെ, ക്ലിയർ ആയ? എന്താണ് സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ? വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിൽ എവിടെയൊക്കെയാണ്? തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് സുവോളജിക്കൽ ഗാർഡൻസ് ഉള്ളത്. അടുത്ത് നോക്കുക. ബൊട്ടാണിക്കൽ ഗാർഡൻസ്. These are wild research centers where rare and important plants of diverse species are protected. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. We can identify many plants and get more information about them by visiting a botanical garden. അപ്പോൾ ഒട്ടുമിക്ക സസ്യങ്ങളെ തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് പാലോഡ് ഇൻ തിരുവനന്തപുരം ആൻഡ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ അറ്റ് ഒളവണ്ണ ഇൻ കോഴിക്കോട് ആർ എക്സാമ്പിൾസ്. ഏതൊക്കെ പറയാം? തിരുവനന്തപുരത്ത് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. തിരുവനന്തപുരത്ത് പാലോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവയാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ജീൻ ബാങ്ക്.
Okay, these are research centers which facilitates to collect seeds and gametes to preserve them for a long time. Organism can be recreated out of them whenever required. Rajiv Gandhi Center for Biotechnology at Thiruvananthapuram is an example. എന്താന്ന് പറയാം, വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. തിരുവനന്തപുരത്ത് എവിടെയാണ്? രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇതിന് ഉദാഹരണമാണ്. രാജീവ് ഗാന്ധി. ഇതിൽ തന്നെ ജീൻ ബാങ്കുകളുടെ പ്രത്യേകത, പ്രാധാന്യം എന്ത്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ജീൻ ബാങ്ക്? എന്താണ്? ദീസ് ആർ ദ റിസർച്ച് സെന്റേഴ്സ് വിത്ത് ഫെസിലിറ്റേറ്റ് ടു കളക്ട് സീഡ്സ് ആൻഡ് ഗാമറ്റിക്സ് പ്രിസർവ് ദം ഫോർ എ ലോങ് ടൈം. പിന്നെ ഓർഗാനിസം ക്യാൻ ബി റീക്രിയേറ്റഡ് വെനെവർ റിക്വയർഡ്. ഇത്രയും ഏതിൽ പറയാം? ജീൻ ബാങ്കിന്റെ കാര്യത്തിൽ നമുക്ക് പറയാം. പിന്നെ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് എക്സിറ്റു കൺസർവേഷൻ നോക്കാം എന്താണെന്ന്. ഇൻ ദ കൺട്രോൾഡ് എക്കോസിസ്റ്റം ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊട്ടക്ട് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. നിയന്ത്രിത ആവാസ വ്യവസ്ഥയിൽ ജന്തുക്കളെയും സസ്യങ്ങളെയും പ്രത്യേകം പരിപാലിക്കാൻ കഴിയുന്നു. ഇറ്റ് ആൾസോ ഗീവ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ജനറൽ പബ്ലിക് ടു ലേൺ അബൌട്ട് ദ എക്കോസിസ്റ്റം. ജീവികളെ കുറിച്ച് പഠിക്കുവാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രൊട്ടക്ട് ദീസ് അനിമൽസ് ത്രൂ ജീൻ ബാങ്ക്. ജീൻ ബാങ്കുകളിലൂടെ ജീവികളെ ദീർഘകാലം സംരക്ഷിക്കാൻ കഴിയുന്നു. ഓക്കെ, അതാണ് സ്കോപ്പ് ഓഫ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് അടുത്ത് നോക്കാം. മെനി ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഡിസൈൻ ആൻഡ് കോർഡിനേറ്റ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താനും ഏകോപിപ്പിക്കാനുമായി സർക്കാർ തലത്തിലും അല്ലാതെയും നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. Let us familiar ourselves with some of the organizations and institutions at the national and international levels. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന ചില സംഘടനകളെയും സ്ഥാപനങ്ങളെയും പരിചയപ്പെടാനാണ്. അതാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ മെത്തേഡ് പഠിച്ചു, എക്സിറ്റു കൺസർവേഷൻ മെത്തേഡ് പഠിച്ചു. ഇതിലെ ഓർഗനൈസേഷൻ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംഘടനകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നത്. IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. എന്താണ്? IUCN is a Switzerland based independent organization working for the protection of biodiversity. ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് എന്തെന്ന് പറയുന്ന IUCN എന്ന് പറയുന്നത്. സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് സംഘടനയാണ്. എന്താണ്? ജൈവ വൈവിധ്യം സംരക്ഷിക്കുക. അടുത്ത രണ്ടാമത്തേതാണ് WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, പ്രിസർവേഷൻ ഓഫ് exploitation and pollution of natural resources are objects of WWF. Its headquarters is also in Switzerland. Worldwide Fund for Nature എന്ന് പറഞ്ഞാൽ അത് ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവയാണ് WWFന്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, prevention of exploitation and pollution of natural resources are the objects of WWF. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. ഈ സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, രണ്ട് സംഘടന IUCN-ഉം WWF-ഉം. There are organizations and institutions that work for the protection of nature in our place to inquire about them, collect information. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളും സ്ഥാപനങ്ങളും നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ. അവയെക്കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കെന്തെല്ലാം ചെയ്യും? നിങ്ങൾ ഓരോരുത്തർ വാട്ട്
ക്യാൻ ഐ ഡു ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചർ? നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാന്റ് സാപ്ലിംഗ് ആൻഡ് നാച്ചുർ ദം, വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കാൻ കഴിയും. ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ഫോറസ്റ്റ് ആൻഡ് എൻവയോൺമെന്റ് ഡയറക്ട്ലി, ഷെയർ ദ നോളജ് ആൻഡ് ഗ്യാതേർഡ്. വനങ്ങളെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും പരമാവധി നേരിട്ടറിയാൻ ശ്രമിക്കുക, അത് മനസ്സിലാക്കിയ അറിവുകൾ പങ്കുവയ്ക്കുക. കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ, പരിസരം ശുചിയായി സൂക്ഷിക്കുക. ടേക്ക് പാർട്ട് ഇൻ അവയർനെസ് പ്രോഗ്രാംസ്, ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളിയാവുക. അടുത്തെന്ത് പറയാം? കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ, ടേക്ക് പാർട്ട് ഓഫ് അവയർനെസ് ഓഫ് പ്രോഗ്രാം, ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളിയാവുക. ടു ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് പ്രിവെന്റ് പൊല്യൂഷൻ, മലിനീകരണം തടയാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഗീവ് ലീഡർഷിപ്പ് ടു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസ്, പ്രകൃതി വിഭവങ്ങളെ കരുതലോടെ ഉപയോഗിക്കാനുള്ള മനോഭാവം രൂപപ്പെടുത്തിയെടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഫോറസ്റ്റ്, നമ്മുടെ വനങ്ങളെ അറിയാൻ. Nature camps are conducted in about 30 centers by a Department of Forest and Wildlife in Kerala. On get an otherwise important opportunity to be part of safari trips into forest in these camps of 1 to 3 days ഡ്യൂറേഷൻ. ഇപ്പൊ കേരളത്തിലെ വനം വന്യജീവി വകുപ്പിന്റെ കീഴിൽ 30ഓളം കേന്ദ്രങ്ങളിലായി പ്രകൃതി പഠന ക്യാമ്പുകൾ നടത്തി വരുന്നുണ്ട്. അത് നമുക്കറിയാമോ? അറിയുന്നില്ല അല്ലെ? ഏകദിന ത്രിദിന ക്യാമ്പുകളിലൂടെ സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത വനാന്തര യാത്രകളിൽ പങ്കാളിയാകാനുള്ള അവസരം ലഭിക്കുന്നു. യു ക്യാൻ ആൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദീസ് ക്യാമ്പ്സ് ബൈ അപ്ലൈയിങ് ടു ദ കൺസേൺഡ് വൈൽഡ് ലൈഫ് വാർഡൻ അണ്ടർ ദ auspicious of the school nature club. Make use of such opportunity to learn about forest closely. അപ്പോൾ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബന്ധപ്പെട്ട വൈൽഡ് ലൈഫ് വാർഡന് അപേക്ഷ നൽകിയാൽ നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയും. കാടിനെ അടുത്തറിയാനുള്ള ഒരു അവസരം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടെ ചോദിക്കാണ്. അപ്പോൾ ജൈവ സമ്പത്ത് പരിരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അസാധ്യമായി മാറും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. ഇതോടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.